ഹായ് ഫ്രണ്ട്സ്, PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയർ വസ്തുതകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന മത്സര പരീക്ഷകളിൽ കറണ്ട് അഫെയർസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായത്. പാലക്കാട് ജില്ല രണ്ടാം സ്ഥാനത്ത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ്. കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം. കാഴ്ച പരിമിതർക്കായി പ്രത്യേകം ലഭ്യമാക്കിയ സേവനങ്ങൾക്ക്, മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് എന്നീ 2 വിഭാഗങ്ങളിലാണ് പുരസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ കോ ബാങ്ക്. കോ ബാങ്ക്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസിയാണ് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത്. പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസി. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരം നേടിയ സിനിമ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് തടവ്. സംവിധായകൻ ഫാസിൽ റസാഖിൻ്റെ തടവാണ് മികച്ച ചിത്രത്തിലുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് നേടിയത്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ആട്ടമാണ്. സംവിധായകൻ ആനന്ദ് ഏകഷി. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഓടിച്ചു പറയാം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിലെ കുറച്ച് ഭൂപ്രദേശം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിനോട് കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇടുക്കി ഏറ്റവും വലിയ ജില്ലയായി മാറിയത്. പാലക്കാട് 2ാം സ്ഥാനത്തുണ്ട്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം നേടിയത് ഏതാ ചോദിച്ചാൽ കേരളമാണ് സംസ്ഥാനം. കൂടുതൽ ചികിത്സ നൽകിയ സംസ്ഥാനം. കാഴ്ച പരിമിതർക്കായി പ്രത്യേക ലഭ്യമാക്കിയ സേവനങ്ങൾക്ക്, മികവുറ്റ പ്രവർത്തനങ്ങൾക്കും 2 വിഭാഗങ്ങളിലേക്കാണ് പുരസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ നിന്നുള്ള ഷെൻഹുവ 15. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് പോളിഷ് സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ക്രിസ്റ്റോഫ് സനൂസി. തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിലുള്ള സുവർണ്ണ ചകോരം നേടിയ സിനിമയാണ് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് തിരുവനന്തപുരത്ത് നടന്ന കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ചിത്രത്തിലുള്ള സുവർണ്ണ ചകോരം നേടിയ സിനിമ. മികച്ച ചിത്രത്തിലുള്ള രജത ചകോരം മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ്. മികച്ച ചിത്രത്തിനുള്ള രജത ചകോരവും മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡ് നേടിയതാണ് തടവ്. സംവിധായകനാരാണ് ഫാസിൽ റസാഖാണ്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയത് ആട്ടം. സംവിധാനം ആനന്ദ് ഏകഷി. ഓർത്തിരിക്കുക. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിലേക്ക് തിരിച്ച് സ്കൂളുകളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്ന കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിലേക്ക്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളിലെത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്ന കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ. കേരളത്തിലെ കാർഷിക മേഖലകളിൽ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. അപ്പോൾ കേരളത്തിലെ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം എവിടെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോറ ഫാന്റസിയ വളാഞ്ചേരി മലപ്പുറം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൃത്രിമ വെള്ളച്ചാട്ടം എവിടെയാ ചോദിച്ചാൽ ഫ്ലോറ ഫാന്റസിയ വളാഞ്ചേരി മലപ്പുറം. അതൊരു വാട്ടർ തീം പാർക്കാണ്. വരുമാനവും തൊഴിലും ഉറപ്പാക്കിയ 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം. അപ്പോൾ വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ മാനവീയം വീഥി തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ നേടിയത്
ജില്ല ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറമാണ്. പാലക്കാട് 2ാം സ്ഥാനവും കണ്ണൂർ 3ാം സ്ഥാനവും 142 പോയിന്റുമായി കാഞ്ഞങ്ങാട് ദുർഗ HSS ആണ് സ്കൂൾ തലത്തിൽ ഒന്നാമത്. അപ്പോൾ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ല മലപ്പുറം ജില്ല. നെതർലാൻഡ് ആസ്ഥാനമായുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായ വളരുന്ന 24 ടെക് നഗരങ്ങളെ പട്ടികയിൽ കേരളത്തിലെ നഗരം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരമാണ്. നെതർലാൻഡ് ആസ്ഥാനമായിട്ടുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ നടത്തിയ സർവേയിൽ ലോകത്തിലെ ഏറ്റവും ആകർഷണീയമായ വളരുന്ന 24 ടെക് നഗരങ്ങളുടെ പട്ടികയിലേക്ക് കേരളത്തിൽ നിന്നുള്ള നഗരം തിരുവനന്തപുരമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം സർക്കാർ സ്കൂളുകളിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1ാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. ഓർത്തിരിക്കുക. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയതാരാണ്? കെനിയൻ സംവിധായിക വനൂരി കഹിയു. വനൂരി കഹിയുക്കാണ് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത്. കെനിയൻ സംവിധായിക വനൂരി കഹിയു. ഓർത്തിരിക്കുക. അടുത്തത് ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിച്ച ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ഔദ്യോഗിക വൃക്ഷമാണ് കാഞ്ഞിരം എന്ന് പറയുന്നത്. ഔദ്യോഗിക പുഷ്പം പെരിയ പോളത്താളിയാണ്. ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്താണ്. ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് എന്താണ്? ശുദ്ധജല ആമ. ഓക്കെ ശുദ്ധജല ആമയാണ്, അതായത് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ. ഔദ്യോഗിക വൃക്ഷം, അതുപോലെ തന്നെ പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിച്ച ആദ്യ ജില്ല കാസർഗോഡാണ്. ഔദ്യോഗിക വൃക്ഷം ഏതാണ്? കാഞ്ഞിരമാണ്. ഔദ്യോഗിക പുഷ്പം പെരിയ പോളത്താളിയാണ്. ഔദ്യോഗിക പക്ഷി വെള്ളവയറൻ കടൽപ്പരുന്താണ്. ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് ശുദ്ധജല ആമയാണ്. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേപ്പാളാണ്. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായതാണ്? നേപ്പാളാണ്. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഉള്ളത്. ഓർത്തിരിക്കുക. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? കണ്ണൂരിലെ വിസ്മയയാണ് ആ അമ്യൂസ്മെന്റ് പാർക്ക്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ്? വിസ്മയ, കണ്ണൂർ. ഓർത്തിരിക്കുക. ഒരു സമര നൂറ്റാണ്ട് എന്ന് പറയുന്ന പുസ്തകം KV സുധാകരൻ. അപ്പോൾ VS അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട്. പുസ്തക പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, KV സുധാകരന്റെ. അപ്പോൾ VS അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ, മുൻ മുഖ്യമന്ത്രിയാണ് നമുക്കറിയാം. VS അച്യുതാനന്ദന്റെ 100ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട്. പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഓർത്തിരിക്കുക. പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് VSAT ആണ്. വിസാറ്റ്. തിരുവനന്തപുരം പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കലാണ് ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹം ഏതാ ചോദിച്ചാൽ എന്താ പറയുക? വിസാറ്റ് ആണ്. വിസാറ്റ്. തിരുവനന്തപുരം പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കലാണ് ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അടുത്തത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ പുതുപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മനാണ്. UDF സ്ഥാനാർത്ഥിയാണ് ചാണ്ടി ഉമ്മൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ പുതുപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചാണ്ടി ഉമ്മൻ, UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? അത് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം തിരുവനന്തപുരം. NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം തിരുവനന്തപുരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേരാണ് NV കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം തിരുവനന്തപുരം. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ഭാഷാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? അത് കൊച്ചിയാണ്, എറണാകുളമാണ്. എറണാകുളം. കേരള ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന കൊച്ചി. ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന എവിടെയാണ്? കൊച്ചി, എറണാകുളം. അതുപോലെ തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണെന്ത്? സ്പേസ് എന്ന് പറയുന്നത്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2. ബാലമിത്ര 2 ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടിയാണത് ബാലമിത്ര 2 എന്ന് പറയുന്നത്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുട്ടികളിലെ രോഗ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2
എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. അടുത്തത് എന്താണ് സ്ത്രൈണം എന്ന് പറയുന്നത്? സ്ത്രൈണം എന്ന് പറയുന്നത് കഥകളി കലാകാരനായ കൊട്ടക്കൽ ശിവരാമൻ്റെ ആത്മകഥയാണ് സ്ത്രൈണം എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെയാണ്? കഥകളി കലാകാരനായ കൊട്ടക്കൽ ശിവരാമൻ്റെ ആത്മകഥയാണ് സ്ത്രൈണം എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ PSC ബുള്ളറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2023 ചില കറണ്ട് അഫെയർ വസ്തുക്കളാണ് നോക്കിയത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക. തൊട്ടടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാണാം. താങ്ക്